കെയർഫുള്ളായിട്ട് വേണം വണ്ടി ഓടിക്കാൻ. കണ്ടില്ലേ ഇപ്പോൾ ഒരു ബസ്സേരം വന്നതപ്പോൾ കാണിച്ചു. ഹലോ ഫ്ലൈ വീലേഴ്സ്, ഞാൻ അജാസ്. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. റീലിൽ 2-3 പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ എന്തെങ്കിലും ചെറിയ തെറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളതൊന്ന് പൊറുക്കണം. അതേപോലെ തന്നെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും അത് പറയണം. ഇപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ഈ വീഡിയോയിൽ വരാൻ തന്നെ കാരണം അനിക്ക അതുപോലെ തന്നെ നന്ദു രണ്ടാളും 2 പ്രോഗ്രാമിലായിട്ട് വേറെ 2 സ്ഥലങ്ങളിലാണ്. അതുകൊണ്ടാണ്. എനിവേ നമ്മളിപ്പോൾ ഉള്ളത് ഡൽഹിയിലാണ്. ഡൽഹിയിൽ നമ്മൾ MGയുടെ ഒരു എക്സ്പീരിയൻസ് ഡ്രൈവാണ്. അത് 4 ദിവസത്തെ പ്രോഗ്രാമായിട്ടാണ് നമ്മൾ ഇത് MG കണ്ടൻറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ഡൽഹിയിൽ നിന്നും നേരെ ജിബി എന്ന് പറഞ്ഞ സ്ഥലത്തും ഹിമാചൽ പ്രദേശിലുള്ള ജിബി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കും ജിബിയിൽ നിന്നും നേരെ ചിറ്റ്കുൾ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് അടുത്തത്. രണ്ടാമത്തെ ദിവസം. 3-ാമത്തെ ദിവസം ചിറ്റ്കുളിൽ നിന്ന് നർഗണ്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നർഗണ്ടയിൽ നിന്ന് റിട്ടേൺ 4-ാമത്തെ ദിവസം ഡൽഹിയിലോട്ടും. MG നമുക്ക് ഹെക്ടറാണ് തന്നിട്ടുള്ളത്. ഇതാണ് നമ്മളുടെ വണ്ടി. അപ്പോൾ ഇന്ന് രാവിലെ ഇപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി, അതായത് നമ്മൾ താമസ സ്ഥലത്ത് നിന്ന് ഇറങ്ങി കുറച്ച് ഇങ്ങോട്ട് പോന്നിട്ടാണ് നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. ഏകദേശം ഒരു 9 മണി 10 മണി ആകുന്ന സമയമാണിപ്പോൾ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിന്നോടത്താണ് നമുക്കൊരു സ്പോട്ട് കിട്ടിയത്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് P2C ചെയ്യുന്നത്. അങ്ങോട്ടുള്ള ഒരു യാത്ര തുടങ്ങുന്നതിൻ്റെ മുന്നേ. ഏകദേശം 1200 കിലോമീറ്ററാണ് ടോട്ടൽ ഉള്ളത്. ഇന്ന് ഏകദേശം 480 കിലോമീറ്ററോളം ഇന്ന് റൺ ചെയ്യണം. ഏകദേശം അവർ പറയുന്നത് തന്നെ 10 മണിക്കൂർ 11 മണിക്കൂറാണ്. എങ്ങനെയാണെന്നൊന്നും അറിയില്ല. ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. അതായത് ഹിമാചൽ പ്രദേശിലോട്ടാണ് പോകുന്നത്. ഹരിയാന, പഞ്ചാബ്, ഹിമാചൽ അങ്ങനെയാണ് റൂട്ട് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. എനിവേ, എങ്ങനെയുണ്ട് MG, എങ്ങനെയുണ്ട് ഹെക്ടർ, എങ്ങനെയുണ്ട് നമ്മളുടെ ഹിമാചലിലോട്ടുള്ള റൂട്ട് എന്നുള്ളത് നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. സ്റ്റേ ട്യൂൺ. നമ്മൾ ഇന്നലെ ഡൽഹിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ജിബി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് എത്തിയിട്ടുള്ളത്. ഏകദേശം 10 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് എന്നുള്ളതാണ് അവർ പറഞ്ഞത്. പക്ഷേ ഇന്നലെ ഏകദേശം 14 മണിക്കൂർ എടുത്തു. അതിൽ നിന്ന് ഹരിയാന, അതേപോലെ തന്നെ പഞ്ചാബ്, പിന്നെ ഹിമാചൽ. ഇപ്പോൾ നിൽക്കുന്നത് ഹിമാചൽ പ്രദേശിലെ ജിബി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇന്നലെ രാത്രി ഇവിടെ എത്തുമ്പോൾ ഏകദേശം ഒരു 10 മണി കഴിഞ്ഞിരുന്നു. പിന്നെ റോഡൊക്കെ വളരെ മോശമായിരുന്നു. ആദ്യം നമുക്ക് ഇവർ പറഞ്ഞ പോലെ തന്നെ 95% ടാർമാക്ക് എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ നമുക്ക് കുറേ നല്ല ഹൈവേസും അതേപോലെ തന്നെ ടണലുകളും ഏകദേശം ഐ തിങ്ക് ഒരു 13 ടണലുകളാണ് നമ്മൾ കവർ ചെയ്തു. അതിൽ നല്ല ലോങ് ഡിസ്റ്റൻസ് ഉള്ള ടണലുണ്ടായിരുന്നു. നമ്മളുടെ ഹിമാചൽ കയറി നമ്മൾ ഇങ്ങോട്ട് എത്തുമ്പോഴത്തേനും ഏകദേശം നേരോ, അതായത് സിംഗിൾ ലൈൻ റോഡുകളായി മാറി. ഭയങ്കര നേരോ ആയിട്ടാണ്, അതായത് ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടാണ് വണ്ടികൾ വന്നിരുന്നതൊക്കെ. ഈവൻ ബസ്സുകളായാലും ഇവിടുന്ന് ഡൽഹി ടു മണാലി വരെയുള്ള ബസ്സുകൾ, കുളുവിലേക്കുള്ള ബസ്സുകൾ, ഇതെല്ലാം നമ്മളതിൽ കവർ ചെയ്തിട്ടാണ് പോകുന്നത്. രാത്രിയായി. പിന്നെ കുറേ ഗ്രാമങ്ങളിലൂടെ വന്നു. പിന്നെ റോഡ് ഇല്ല. അതായത് ലാൻഡ് സ്ലൈഡിങ് എല്ലാം ഉണ്ടായിട്ട് നമുക്ക് റോഡ് മിസ്സായി. അതേപോലെ അങ്ങനത്തെ കുറേ കുറച്ച് ബുദ്ധിമുട്ട്, വലിയ ബുദ്ധിമുട്ടെന്നല്ല, കുറച്ച് ബുദ്ധിമുട്ട്. പക്ഷേ ഇത് MG ആയതുകൊണ്ട് തന്നെ MG ഹെക്ടറാണ് എനിക്ക് കിട്ടിയത്. അതിൻ്റെ സസ്പെൻഷൻ ആയാലും ഒരു ഡ്രൈവിംഗ് കംഫർട്ടായാലും ഒരു ട്രാവലിംഗ് കംഫർട്ടായാലും എൻ്റെ ഒപ്പം 4 പേരുണ്ടായിരുന്നു. അവരൊന്നും വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ഓക്കെ, അതായത് ലൈക്ക് അവരൊക്കെ ഒരു ഓക്കെ, അവർ കുഴപ്പമില്ല. പക്ഷേ ഇത് പറഞ്ഞില്ലേ, റോഡ് ഇല്ല. റോഡ് പല സ്ഥലത്തും റോഡൊക്കെ ഇടിഞ്ഞു പോയിരിക്കുന്നത്. പിന്നെ അത് ലാൻഡ് സ്ലൈഡിങ് കുറേ കണ്ടു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ജിബിയിലെത്തിയ രാത്രി ആയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഔട്ട്രോ അല്ലെങ്കിൽ ഇതിൻ്റെ P2C ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത് ജിബി എന്ന് പറഞ്ഞത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. ഇതൊരു വാലിയാണ്. ഇവിടെ നോക്കിയാൽ കുറേ ഹിൽസ് കാണാം. നമ്മൾ താമസിച്ച സ്ഥലത്ത് തന്നെ താമസിച്ചിരുന്ന വ്യൂ നോക്കുമ്പോൾ തന്നെ കുറേ ഹിൽസ്. അതും നമ്മൾ ഹില്ലായിട്ടൊന്നും നമുക്ക് തോന്നൂല. ലൈക്ക് അവിടെ ഫുൾ മരങ്ങളായിട്ട് നമുക്ക് അതിനങ്ങനെ, അതായത് ഇങ്ങനെ എന്താ പറയുക, ഒരു ആർട്ട് വർക്ക് ചെയ്ത പോലെയാണ് നമുക്ക് പല ഭാഗങ്ങളും കാണുന്നത്. ജിബി ഡയറീസ് എന്ന് പറഞ്ഞ ഒരു റിസോർട്ടിലാണ് നമ്മൾ താമസിച്ചത്. ഒരു സ്റ്റേ. അതാണ് റിസോർട്ട് എന്ന് പറഞ്ഞാൽ വലിയ സംഭവം എന്നല്ല, പക്ഷേ നല്ല ബ്യൂട്ടിഫുള്ളാണ്. അവിടെ നോക്കുമ്പോൾ രാവിലെയാണ് അതിൻ്റെ വിഷ്വൽസൊക്കെ നമ്മൾ കണ്ട്. ആപ്പിള് നമ്മൾ കായ്ച്ചു നിൽക്കുന്നത്,
അതേപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ബാക്കിലൊക്കെ കാണാം അവിടെ ചെറിയ ചെറിയ കൃഷികൾ, അതായത് ഇവിടുത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കൃഷികളാണ് ചെയ്യുന്നത്. ഇത് ഏകദേശം സമുദ്ര അടിയിൽ നിന്നും 5000 മുതൽ 6000 അടി വരെയാണ് ഇതിൻ്റെ സമുദ്രനിരപ്പിൽ നിന്ന് ഇപ്പോൾ നിൽക്കുന്നത്. ഏകദേശം 480ഓളം കിലോമീറ്റർ ഓടിയിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ജിബ്ബിയിൽ നിന്ന് ഇന്ന് പോകുന്നത് ചിറ്റ്കുൾ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. ഈ ചിറ്റ്കുൾ എന്ന് പറഞ്ഞ സ്ഥലം ഏകദേശം 11320 അടി മേലെയാണ് സമുദ്രനിരപ്പിൽ നിന്നും. അതേപോലെ തന്നെ 215 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഇന്നലെ പറഞ്ഞ അനുസരിച്ചിട്ട് അവർ 10 മണിക്കൂർ ഇന്നലെ പറഞ്ഞു, പക്ഷെ 14 മണിക്കൂർ എടുത്തു. ഇന്നിപ്പോൾ അവർ 6 മണിക്കൂർ എന്ന് പറയുന്നത്, പക്ഷേ 6ലൊന്നും നിൽക്കില്ല. കാരണം വെച്ചാൽ അങ്ങനത്തെ റോഡുകളാണ് ഇവിടുത്തത്. നമ്മൾ വിചാരിച്ച സമയത്തൊന്നും നമുക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റില്ല. കാരണം ചില സ്ഥലങ്ങളിൽ റോഡ് ചിലപ്പോൾ ബ്ലോക്ക് ചെയ്തിട്ട് വൺ വേ വണ്ടി വിടുന്നുണ്ടാവാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞാണ്ട് എത്തുമ്പോഴത്തേനും കുറച്ച് സമയമാവും. പക്ഷേ വേറൊരു ഇമ്പോർട്ടൻ്റ് എന്താ വെച്ചാൽ ഇത് ലാസ്റ്റ് വില്ലേജ് ഇൻ ഇന്ത്യ, അതായത് ഇന്ത്യയിലെ തന്നെ ഈ ഒരു ഭാഗത്തുള്ള ലാസ്റ്റ് വില്ലേജാണ്. അപ്പോൾ നമ്മളവിടെ നേരത്തെ എത്തുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ വിഷ്വൽസൊക്കെ നമ്മൾ ഇന്ന് കാണിക്കാം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അവിടെ എത്തുന്നത് പോലെയാണ്. ഇവിടുത്തെ ഒന്നും നമുക്ക് നമ്മളെ നാട്ടിലെ പോലെ നമുക്ക് ഇന്ന ടൈമിന് അവിടെ എത്തും എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. സോ നമുക്ക് അവിടെ എത്തിയിട്ട് നമുക്ക് അതിൻ്റെ ബാക്കി വിഷ്വൽസ് നമുക്ക് നോക്കാം. അതേപോലെ തന്നെ ഇവിടെ നിന്നുള്ള ഡ്രൈവ് നിങ്ങൾ എൻജോയ് ചെയ്യാം. നിങ്ങൾ കണ്ടില്ലേ അവിടെ കുറേ ഈ ചെലന്തി വല കെട്ടിയ പോലെ കുറേ കാണുന്നില്ലേ? അതെന്താ വെച്ചാൽ നമ്മളുടെ ഇവിടെ ആപ്പിള് നട്ട് അത് ഏകദേശം കായ്ഫലം വന്നു. ദെൻ അതിൻ്റെ അടുത്ത ഓരോ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് അവർ ഈ പക്ഷികളും അല്ലെങ്കിൽ വേറെ ജന്തുക്കളൊന്നും വന്ന് കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാവണം അവരങ്ങനെ ഒരു വല കെട്ടിയിട്ട് അതിനെ സംരക്ഷിച്ചിരിക്കുന്നത്. ഇപ്പോൾ വന്നിട്ടുള്ളത് രാവിലത്തേൽ പറഞ്ഞാൽ ചെറിയൊരു മാറ്റമുണ്ട്. ഇന്നിപ്പോൾ വന്നിട്ടുള്ളത്, ഇപ്പോൾ എത്തിയിട്ടുള്ളത് നമ്മൾ നർഗണ്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇന്ന് രാവിലെ പറഞ്ഞത് നമ്മൾ ചിറ്റ്കുൾ പോകുന്നായിരുന്നു. പക്ഷേ അവിടെ എന്തോ ലാൻഡ് സ്ലൈഡിങ്ങോ റെയിനോ എന്തെല്ലാം ഉണ്ടായിട്ട് ആ റൂട്ടൊന്ന് മാറ്റി ഇപ്പോൾ നർഗണ്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഏകദേശം ഒരു 200 കിലോമീറ്റർ നമ്മൾ ഓടിയിട്ടാണ് ഇവിടെ എത്തിയത്. അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഈ MGയുടെ കാര്യത്തിൽ ഇവരുടെ ഫ്യൂൽ എഫിഷ്യൻസി ഇത് ബെസ്റ്റ്. ഇത് നമ്മൾ ഈ 2 ദിവസമായി വണ്ടി ഓടിക്കുന്നു. ഈ 2 ദിവസത്തിലും നമുക്ക് നല്ല ഫ്യൂൽ കൺസപ്ഷൻ നമുക്ക് നന്നായിട്ട് എഫിഷ്യൻസി നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൽ പറയുകയാണെങ്കിൽ ഈ ഇൻറ്റീരിയർ ഡൽഹിയിൽ നിന്ന് ഇന്നലെ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ജിബി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇന്നിപ്പോൾ ഇതാ ഇവിടെ നർഗണ്ട എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഒരു കാരണവശാലും നമുക്കൊരു ക്ഷീണം നമുക്ക് അനുഭവപ്പെട്ടില്ല. അതിൽ ഇതിൻ്റെ മെയിനായിട്ട് വന്നത് ഇതിൻ്റെ സസ്പെൻഷൻ തന്നെയാണ്. ടയർ അതേപോലെ തന്നെ സസ്പെൻഷൻ ഇസ് ദ ബെസ്റ്റ്. ദെൻ ഇൻറ്റീരിയറിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം 14 ഇഞ്ചിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. നിങ്ങൾ മുന്നേ തന്നെ റിവ്യൂലൊക്കെ ഇത് കണ്ടിട്ടുണ്ടാവും. ഞങ്ങൾക്കത് നന്നായിട്ട് ഉപകാരപ്പെട്ടു. എങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് ഫുൾ ടൈം നമ്മൾ നാവിഗേഷൻ ഓൺ ചെയ്തിട്ടായിരുന്നു. കാരണം ഒരു റോഡ് തെറ്റിപ്പോയാൽ നമുക്കതിനെ തിരിച്ചു പിടിക്കണമെങ്കിൽ കുറച്ച് സമയം വരും. കാരണം വെച്ചാൽ ഇവിടുത്തെ റോഡുകളൊക്കെ ഇവിടെ വന്നവർക്ക് അറിയാം, ഭയങ്കര സിംഗിൾ ലൈൻ റോഡൊക്കെയാണ്. സോ കുറേ ദൂരെ പോയിട്ട് വേണം നമുക്ക് അതിനെ അല്ലെങ്കിൽ നമ്മൾ യു ടേൺ അടിച്ച് വരാനൊക്കെ. അപ്പോൾ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം നമുക്ക് നന്നായിട്ട് ഉപകാരപ്പെട്ടു. അതേപോലെ തന്നെ സീറ്റ് കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ അവിടുന്ന് ചൂടാണ്, ഡൽഹി ചൂടാണ്. ആ സമയത്ത് പെട്ടെന്ന് നമ്മളൊന്ന് കൂളാവാൻ സീറ്റ് കൂളിങ് നമുക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ മേലത്തെ സൺറൂഫിൽ 2-3 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഫുള്ള് വന്നത് നമുക്ക് ഏകദേശം ഭയങ്കര കൂടുതലല്ലെങ്കിലും കുറച്ച് തണുപ്പൊക്കെ അനുഭവപ്പെട്ടിട്ടാണ്. അങ്ങനത്തെ ഒരു ക്ലൈമറ്റാണ് ഇപ്പോൾ ഇവിടുത്തെ. അപ്പോൾ അത് ആസ്വദിക്കാൻ തന്നെ ഞങ്ങൾ ഗ്ലാസ് എല്ലാം താഴ്ത്തി സൺറൂഫ് എല്ലാം ഓപ്പൺ ചെയ്ത് ഫുൾ പൈൻ മരങ്ങൾ
ലൈക്ക് പൈൻ മരങ്ങളുടെ ഇടയിലൂടെയാണ് ഞങ്ങൾ പല ഭാഗങ്ങളും കവർ ചെയ്തത്. അപ്പോൾ അതൊക്കെ ആസ്വദിക്കാനും ഇതിൻ്റെ സൺറൂഫ് നമുക്ക് നല്ല ഉപകാരപ്പെട്ടിട്ടുണ്ട്. എക്സ്പെഷ്യലി ഇതിൻ്റെ സസ്പെൻഷൻ ഇന്നലെ ഓടിച്ചതിനെക്കാട്ടിയും ഏറ്റവും സുഖമായിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നത്. ചില റൂട്ട് കുറച്ച് കുറവേ ഉള്ളൂവെങ്കിലും നല്ല റോഡുകളായിരുന്നു, മോശം റോഡുകളും ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ സസ്പെൻഷൻ അത്രയും ബെറ്ററാണ്. MG ഹെക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ 2 ദിവസത്തെ എക്സ്പീരിയൻസിൽ ഈസ് എ വെരി ഗുഡ് കാർ. ദെൻ അതേപോലെ തന്നെ ഇനി നാളെ വേറൊരു റൂട്ടാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി ബാക്കിയുള്ളതെല്ലാം കമ്മിങ് സൂൺ. ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് 3ാമത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാണ്, അതായത് ഡേ 3. ഇന്ന് നമ്മൾ ഉള്ളത് നാർഗണ്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് നമ്മൾ ഡൽഹിയിലോട്ടാണ് ഇപ്പോൾ പോകുന്നത്. ചിറ്റ്കുൾ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കായിരുന്നു പോകാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ അത് അവിടെ ലാൻഡ് സ്ലൈഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ചിറ്റ്കുൾ പോകാൻ പറ്റിയിട്ടില്ല. നേരെ ഇന്നലെ അവിടുന്ന് നാർക്കണ്ട വന്നു. നാർക്കണ്ടയിൽ നിന്ന് ഇന്നലെ അവിടെ താമസിച്ചു. പീയൂഷ് എന്ന് പറഞ്ഞൊരു റിസോർട്ടല്ല, ഒരു ഹോട്ടലിലാണ് താമസിച്ചതെല്ലാം. അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ ഇപ്പോൾ ദാ നമ്മൾ ഡൽഹിയിലോട്ടാണ് പോകുന്നത്. അതായത് ഷിംല വഴി ചണ്ഡീഗഡ്, ദെൻ ഡൽഹി, ആ ഒരു റൂട്ടാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നത് പഞ്ചാബ്, ഹരിയാന, അങ്ങനെ ഡൽഹി അങ്ങനെ തന്നെ ആവും പോകുന്നുണ്ടാവുക. നമ്മളിപ്പോൾ ഏകദേശം ഒരു 800ഓളം കിലോമീറ്ററിൻ്റെ അടുത്ത് ഇപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്തു. അതും ഈ MG ഹെക്ടർ വെച്ചിട്ട്. പല ടെറൈൻസും നമ്മൾ ഓടിച്ചു. അതിൽ നല്ല റോഡുകൾ ഉണ്ടായിരുന്നു, മോശം റോഡുകൾ ഉണ്ടായിരുന്നു, റോഡ് ഇല്ലാത്തതുണ്ടായിരുന്നു, ഹിൽസ് ഉണ്ടായിരുന്നു, പിന്നെ അതേപോലെ തന്നെ ഡൗൺ ഉണ്ടായിരുന്നു, പിന്നെ വെപ്റ്റായിട്ടുള്ള, അതായത് നല്ല മണ്ണ് ലാൻഡ് സ്ലൈഡിങ് ആയിട്ട് അവർ റോഡില്ലാതെ അവിടെ മണ്ണിട്ട് ഫില്ല് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളടക്കം റോഡുകളടക്കം നമുക്കതിൽ ഉണ്ടായിരുന്നു. അതെല്ലാം MG ഒരു വലിയ പ്രയാസമൊന്നും ഇല്ലാതെയാണ് കയറിപ്പോകുന്നത്. ഇപ്പം ഞാൻ ഓടിക്കുന്നത് ഓട്ടോമാറ്റിക് വണ്ടിയാണ്, അതായത് MGയുടെ ഹെക്ടർ ഓട്ടോമാറ്റിക്കാണ്. അപ്പോൾ അതിലൊന്നും പ്രയാസങ്ങളൊന്നും ഇല്ലാതെയാണ് നമ്മളത് കയറിപ്പോകുന്നത്. ഒരു കുഴപ്പമില്ല. നമ്മളിപ്പോൾ 800 കിലോമീറ്ററിൻ്റെ മേലെ വന്നു. ഇതിലൊരു കാര്യം വന്നത് എന്താ വെച്ചാൽ ഇതിൻ്റെ ടയർ പ്രഷർ ഒന്ന് കുറഞ്ഞു, അത് മാത്രമേ ഇതിൽ വന്നിട്ടുള്ളൂ. വെച്ചാൽ ഒരു മൈനസ് എന്ന് പറയാനായിട്ട് നമുക്കത് കിട്ടിയിട്ടുള്ളൂ. സീറ്റിംഗ് ആണെങ്കിലും ട്രാവൽ കംഫർട്ട് ആണെങ്കിലും നല്ല, അതായത് നമുക്ക് 4 ആളാണ് ഇന്നലെ ഉണ്ടായിരുന്നത്. ഇന്ന് നമുക്ക് 2 ആളേ ഉള്ളൂ. 2 ആൾ വേറെ വണ്ടിയിലേക്ക് സ്വൈപ്പ് ചെയ്തു. അപ്പോൾ നമുക്ക് 4 ആൾക്കും സീറ്റിംഗ് കംഫർട്ടൊക്കെ അടിപൊളിയായിരുന്നു, ഒരു കുഴപ്പമില്ല. ഇപ്പോൾ നമ്മൾ ഈ ഷിംലയിലേക്ക് ഇത് താഴോട്ട് ഇറങ്ങി ഹിൽ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ താഴോട്ടാണ് ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് തന്നെ. സോ അപ്പോൾ ഇവിടുത്തെ റോഡുകൾ ഒരു ലേശം നമ്മളെ നാട്ടിലൊക്കെ പറയുമ്പോൾ ബ്ലേഡ് പോലെയാണ് ഇപ്പോൾ ബസ്സൊക്കെ പോയത്. ഇവിടുത്തെ റോഡുകൾ അറിയുന്നവർക്ക് അറിയാം, ഇവിടെ ഭയങ്കര ചെറിയ റോഡുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര കെയർഫുള്ളായിട്ട് വേണം വണ്ടി ഓടിക്കാൻ. കണ്ടില്ലേ, ഇപ്പോൾ ഒരു ബസ്സേരം വന്നതപ്പോൾ കാണിച്ചു. അപ്പോൾ വീട്ടിലിരിക്കുന്നവരോ ഭാഗ്യമായിട്ടോ അതേപോലത്തെ ഡ്രൈവ് പോകുന്നത്, അവരൊക്കെ പ്രാർത്ഥനകളാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഹെക്ടറിൽ നമുക്ക് സസ്പെൻഷൻ ഇത് ഈസ് വെരി ഗുഡ്, നല്ലൊരു സസ്പെൻഷനാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ചില്ലായിട്ടാണ് ഇരിക്കുന്നത്, ഒരു കുഴപ്പമില്ല. അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ സീറ്റിംഗ് കംഫേർട്ട്, പിന്നെ ഡ്രൈവബിലിറ്റി പറയുകയാണെങ്കിൽ നല്ല, നമുക്ക് മൈലേജ് ആണെങ്കിലും ഇതിന് എനിക്ക് തോന്നുന്നു ഒരു പ്രാവശ്യം ഫില്ല് ചെയ്തിട്ടേ ഉള്ളൂ. നമ്മൾ ഇത്രയും കറങ്ങിയിട്ട് ഒരു പ്രാവശ്യം ഇത് ആദ്യം ഫില്ല് ചെയ്തിട്ടാണ് നമുക്ക് തന്നത്. പിന്നെ ഒരു പ്രാവശ്യം നമുക്ക് ഫില്ല് ചെയ്തിട്ടുള്ളൂ. ഇനിയും എനിക്ക് ഏകദേശം 352 കിലോമീറ്റർ ഓടാനുള്ള ഫ്യൂവൽ ഇതിലുണ്ട് ഇപ്പോൾ. സോ ഏകദേശം ഡൽഹി അടുത്തെത്തുന്നു എന്ന് വിചാരിക്കുന്നു. അതായത് 400 കിലോമീറ്ററാണ് ഇനി ഡൽഹിയിലേക്കുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ MGയുടെ വിശേഷങ്ങൾ നമ്മൾ ഈ ഒരു ഡ്രൈവിൽ പങ്കുവെക്കുന്നത്. ഇനി ബാക്കി നമുക്ക് അവിടെ എത്തിയിട്ട്, എപ്പോഴാണ് എത്തുകയെന്നറിയില്ല, ഏകദേശം 9 മണിക്കൂറൊക്കെയാണ്, 9.5 മണിക്കൂറാണ് കാണിക്കുന്നത്. എന്തായാലും അവിടെ എത്തിയിട്ട്, ഡൽഹി എത്തിയിട്ട് ഇതിൻ്റെ
രാത്രി ആയാലും ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഫുൾ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് ഞാൻ അവിടെ എത്തിയിട്ട് പറയാം. ബാക്കി വിഷ്വൽ നിങ്ങൾ കണ്ട് ആസ്വദിക്കും. അപ്പോൾ അങ്ങനെ നമ്മളുടെ MG എക്സ്പീരിയൻസ് ഡ്രൈവ് 3 ദിവസത്തെ യാത്ര ഇന്നലെ രാത്രിയിലൂടെ ഏകദേശം അവസാനിച്ചു. ഇന്നലെ രാത്രി ഞാൻ വീഡിയോ കൊണ്ടുവരുമെന്ന് പറഞ്ഞു, പക്ഷേ രാത്രി 1 മണിയായി നമ്മൾ തിരിച്ച് ഡൽഹിയിലെത്താൻ. അതുകൊണ്ട് തന്നെ രാത്രിയൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് രാവിലെ തന്നെ ഏർലി മോർണിംഗിൽ വന്ന് നമ്മളൊരു വീഡിയോ, ഒരു കൺക്ലൂഷൻ, എങ്ങനെയുണ്ട് നമ്മളുടെ MG, അതുപോലെ തന്നെ എങ്ങനെയുണ്ട് നമ്മളുടെ എക്സ്പീരിയൻസ് ഡ്രൈവ്. ഇത് ഇന്നലെ വരുമ്പോൾ തന്നെ ഏകദേശം ഈ രാത്രി 1 മണിയാവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ വരുന്ന വഴിക്ക് പല ഭാഗങ്ങളിലും നമുക്ക് നല്ല തിരക്കുകളുണ്ട്. തിരക്ക് വെച്ചാൽ ബ്ലോക്ക് ആയിരുന്നു, ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു. ഇപ്പോൾ ഷിംലയിലാണ് ഏറ്റവും കൂടുതൽ ബ്ലോക്ക് കുടുങ്ങിയത്. ഏകദേശം ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂറിൻ്റെ അടുത്ത് നമുക്ക് ബ്ലോക്ക് കുടുങ്ങി. കാരണം വെച്ചാൽ അവിടെ ലാൻഡ് സ്ലൈഡിങ് ഉണ്ടായിട്ട് അവിടെ നല്ല ബ്ലോക്കായിരുന്നു നമുക്ക് കിട്ടുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ വരും തോറും ഹൈവേസ് ഉണ്ടായിരുന്നു. ഹൈവേസ് കഴിഞ്ഞു നമ്മൾ അതായത് ഡൽഹിയിലോട്ട് എൻ്റർ ചെയ്യുന്ന ഭാഗത്തും കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു, ചില ബ്ലോക്കുകൾ ഉണ്ടായിരുന്നു. രാത്രിയാവും തോറും ഭയങ്കര ബ്ലോക്കായി മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്നെല്ലാം നമ്മളെ ഒന്ന് കൂളാക്കി ഒരു സ്ട്രെസ്സും വരുത്താതെ നമ്മളെ MG അതായത് ഒപ്പം തന്നെ നിന്നു. കാരണം ഇതിൻ്റെ CVT ഗിയർ ബോക്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് മറ്റേ ക്ലച്ച് ചവിട്ടി നമുക്ക് ബുദ്ധിമുട്ടേണ്ട, കാലിനൊക്കെ നല്ല ഫ്രീ ആയിട്ട് കാലൊരു ഭാഗത്ത് ഇങ്ങനെ അടക്കി വെച്ച് നമുക്ക് സുഖമായിട്ട് ഇരിക്കാമായിരുന്നു. നേരത്തെ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ബാക്കി കംഫർട്ട്സ്, അതായത് സീറ്റ് ആയിക്കോട്ടെ, AC ആയിക്കോട്ടെ, പിന്നെ അതേപോലെ തന്നെ നമുക്ക് കുറച്ചൊന്ന് ബോറടിച്ചിരിക്കുമ്പോൾ മ്യൂസിക് കേൾക്കാനും യാത്രയിൽ മ്യൂസിക് കേൾക്കാനും എല്ലാം ഇതിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ആയിക്കോട്ടെ എല്ലാം നമ്മളെ ഭയങ്കരമായിട്ട് ഹാപ്പി ആക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ 3 ദിവസത്തെ MG എക്സ്പീരിയൻസ് ഡ്രൈവ്. 3 സംസ്ഥാനങ്ങളായിരുന്നു കവർ ചെയ്തിരുന്നത്. അതെല്ലാം കഴിഞ്ഞ് ഏകദേശം 1200ഓളം കിലോമീറ്റർ താണ്ടി ഞങ്ങൾ തിരിച്ച് ഡൽഹിയിലെത്തി. MG ഈസ് എ ഗുഡ് ലൈക്ക് പവർഫുൾ. അപ്പോൾ ഇതാണ് MGയുടെ എൻ്റെ ഒരു എക്സ്പീരിയൻസ്. നിങ്ങൾ വീഡിയോ കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ പറയാം. അതേപോലെ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ബാക്കിയുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മളെ ഫ്ലൈ വീൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് ഫ്ലൈ വീലിനൊപ്പം അജാസ്.